ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇതിന് മുന്നേ നമ്മൾ മൈമെൻറ്റർ റിവിഷൻ ലീഗിൻ്റെ ഭാഗമായിട്ട് 2 PYQ സെക്ഷൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളൊരു അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്സിൽ നിന്നുമാണ് ഒരു പകുതി മുക്കാലോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത സമയത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞിരുന്ന പോയിന്റ്സിൽ നിന്നുമാണ് ഒരു 7-8 പോയിന്റ്സ് അതേപോലെ തന്നെ ഈ ഒരു ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആയെന്നും നിങ്ങളത് പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്നും വിശ്വസിക്കുന്നു. ഇനി ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്ന ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ പകുതി ആകുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തന്നെ മൈമെൻറ്റർ PSC ആപ്ലിക്കേഷൻ ഡിഗ്രി ലെവൽ ബാച്ചിന് വേണ്ടിയിട്ട് പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പോൾ PSC ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ് യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ടോപ്പിക്കാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യകൃതികളെയും അതുമായിട്ട് അതിൻ്റെ എഴുത്തുകാരെയും കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? മോണ്ടസ്ക്യൂവിൻ്റെ കൃതിയാണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. കാൻഡിഡ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടെയറിൻ്റെ പ്രശസ്തമായ കൃതിയാണ്. ഈ 2 പോയിന്റ് നമ്മൾ അന്നേരം പറഞ്ഞതാണ്. അതേപോലെ തന്നെ സാമൂഹിക കരാർ അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് റൂസോയുടെ ജീൻ ജാക്കസ് റൂസോയുടെ കൃതിയാണ്. ഈ 3 പോയിന്റ് നമ്മൾ അന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ പഠിച്ച പോയിന്റാണ്. അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. ഇനി നോക്കിക്കേ, അടുത്തതാണ് എൻസൈക്ലോപീഡിയ, ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ, അതേപോലെ തന്നെ ജനസംഖ്യാ തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപന്യാസം എന്ന് പറയുന്നത്. ഈ 3 എണ്ണമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതെന്ന് പറയുന്നത്. അപ്പം എൻസൈക്ലോപീഡിയ വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെനിസ് ഡിഡെറോട്ടാണ് നമ്മുടെ എൻസൈക്ലോപീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്തതാണ് ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എന്ന് പറയുന്നത് റെനെ ഡെസ്കാർട്ടസിൻ്റെ കൃതിയാണ്. അടുത്തത് ജനസംഖ്യാ തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപന്യാസം എന്ന് പറയുന്നത് മാൽത്തസുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻ C ആണ് ഉത്തരമെന്ന് മനസ്സിലാവും. അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ പഠിച്ച 3 പോയിന്റ് അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണിത്. നോക്കിക്കേ, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മോണ്ടസ്ക്യൂ ആണ്. അതേപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബുക്ക് ഏതാണ്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. സാമൂഹ്യ കരാറെന്ന് നമ്മൾ അപ്പുറത്ത് കണ്ട് സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇത് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്റ്റിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ആശയമാണ്. അതേപോലെ തന്നെ നമ്മൾ വോൾട്ടെയറിൻ്റെ പ്രധാന കൃതിയായിട്ട് പഠിച്ചതാണ് ഏത്? കാൻഡിഡ് എന്ന് പറയുന്ന കൃതി. ഇനി ചോദിക്കാം, റൂസോയുടെ ആത്മകഥ ഏതാണ്? അത് കൺഫെഷൻസ് ആണ്. കുമ്പസാരങ്ങളാണ് എന്ത്? റൂസോയുടെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കുമ്പസാരങ്ങൾ അഥവാ കൺഫെഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹ്യ ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാണ് റൂസോ എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇതുകൂടി നോക്കി വെച്ചിരിക്കുക. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റ് ആരുടെയാണ്? റൂസോയുടെയാണ്. റൂസോയുടെ ആത്മകഥയാണ് ഏത്? കൺഫെഷൻസ് എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന ആശയം ഏത് പുസ്തകത്തിലാണ് പരാമർശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കോൺട്രാക്റ്റിലാണ് പരാമർശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയ സമയത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിരുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്നായിരുന്നു ഉത്തരമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് നമ്മൾ ടൈം ലൈൻ അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ്
തേയിലയ്ക്ക് ചുമത്തിയ നികുതിക്കെതിരെ തദ്ദേശീയ അമേരിക്കക്കാർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഏത് വർഷം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1773 ഇത് നടക്കുന്നത്. ഇനി ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാർ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സഹിഷ്ണുതാ നിയമം മതസ്വാതന്ത്ര്യം നൽകി. അപ്പം നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന 1688 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഏറ്റവും ആദ്യം ഇതിനകത്ത് വരുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഓപ്ഷൻ ഫസ്റ്റിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ബി ഓപ്ഷനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടി ബി ഓപ്ഷൻ. അടുത്ത് നോക്കി, ജോൺ ലോക്കിൻ്റെയും മൊണ്ടസ്ക്യൂവിൻ്റെയും വിവിധ ജ്ഞാനോദയ ആശയങ്ങളെയും രാഷ്ട്രീയ തത്വചിന്തയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യൻ്റെയും പൗരൻ്റെയും അവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം നമ്മളെപ്പോഴും പഠിക്കുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെടുമ്പോൾ 1789 വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഏതാണ്? ബി എ എന്നുള്ളതാണ് ഓപ്ഷനിൽ വരുന്നത്. നമ്മുടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന എന്നാണ്? 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. എന്നാൽ 1789 ഓഗസ്റ്റ് 12 എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ അവകാശ പ്രഖ്യാപനം തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അല്ലെങ്കിൽ അത് പാസ്സാക്കിയത് 1789 ഓഗസ്റ്റ് 12 അപ്പോൾ ഈ ഒരു ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഫസ്റ്റ് വരുന്നത് ബി ആണ്. രണ്ടാമത് വരുന്നത് ഏതാണ്? നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് വരുന്നത്. മൂന്നാമത് വരുന്നത് ഡി ആണ്. നാലാമത് വരുന്നത് ഏതാണ്? സി ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് ബാസ്റ്റിൽ ജയിൽ ചാർത്ത വർഷം. അപ്പം ഇപ്പം നമ്മൾ വർഷം പഠിക്കുമ്പോൾ വർഷത്തിൻ്റെ റെലവൻസ് എന്താണെന്ന് ആ ഒരു ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായി. കറക്റ്റായിട്ട് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഇവൻറ്റിൻ്റെയും വർഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് തന്നെയാണെങ്കിലും ഡേറ്റ് ഉൾപ്പെടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷമാണ് 1789 ജൂലൈ 14. ഇത് നമ്മൾ അന്ന് PYQ ചെയ്തപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 14 എന്ത് ചെയ്യുന്നു? ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഇനി ഇംഗ്ലണ്ട് പാർലമെൻറ്റിൽ അവകാശ നിയമം പാസ്സായത് 1689 മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നതോ 1789 ജൂൺ 20. ഈ 2 പോയിന്റും നമ്മുടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും അതേപോലെ തന്നെ ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷവും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കി, ഇനി കോണ്ടിനെൻ്റൽ സമ്മേളനം എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? കോണ്ടിനെൻ്റൽ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത ചോദ്യമാണ് 1857 കലാപത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് ഇതിലേതാണ് ശരിയെന്ന് നമ്മൾ പറയണം. അതായത് അന്ന് നമ്മൾ പഠിച്ച സമയത്ത് പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിരുന്നത് ഓരോ സ്ഥലത്തും ആരൊക്കെയാണ് കലാപത്തെ നയിച്ചിരുന്നത് എന്നായിരുന്നു ചോദ്യം വന്നിരുന്നത്. ആ സമയത്ത് നമ്മുടെ ചോദ്യത്തിനകത്ത് വന്നിരുന്ന ഒരാളാണ് ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. ബഹദൂർ ഷാ സെക്കൻഡിനെ ആരെയാണ് ഡൽഹിയിലെ സുൽത്താനായിട്ട് അല്ലെങ്കിൽ ഡൽഹിയിലെ ഭരണാധികാരിയായിട്ട് വിപ്ലവകാരികൾ വാഴിച്ചതെന്നൊരു ചോദ്യം അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു അന്ന് ഉത്തരം. അപ്പം ഇതുപോലെ അത് ഏതൊക്കെ നേതാക്കന്മാരാണ് നയിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ നോക്കിയേ, ഡീറ്റെയിൽ ആയിട്ട് 4 പോയിന്റ് അവർ തന്നിട്ടുണ്ട്. 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവശിപ്പായി മംഗൾ പാണ്ഡെ തൻ്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു എന്നതാണ് ഒന്ന്. അതെന്താണ് നമുക്കറിയാം. എന്താ, മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചപ്പോൾ അതിൽ പ്രകോപിതനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനെ വെടിവെച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത് നോക്കി, ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ശരിയാണോ? മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കൊന്ന് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? റെങ്കൂണിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. റെങ്കൂൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മ്യാൻമറിലേക്ക് എന്ത് ചെയ്തു? നാട് കടത്തുകയും അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റെങ്കൂണിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ജനറൽ ഹ്യൂഗ്രോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കറക്റ്റാണ്.
അവിടെ ഏറ്റുമുട്ടിയത് ആരൊക്കെ തമ്മിലാണ്? ഝാൻസി റാണി ലക്ഷ്മിഭായിയും അതേപോലെ തന്നെ ഹ്യൂ ഗ്രോസുമാണ് എന്ത് ചെയ്തത്? ഝാൻസിയിൽ ഏറ്റുമുട്ടിയത്. അന്നേരം എന്ത് ചെയ്തു? അവസാനം ഝാൻസി റാണി വീരമൃത്യു വരിച്ചതിന് ശേഷം അതാണ് എന്ത് പറഞ്ഞത്? ഹ്യൂ ഗ്രോസ് പറഞ്ഞ വാക്കാണ് ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് ഹ്യൂ ഗ്രോസ് പറഞ്ഞു. അത് കറക്റ്റാണ്. ഇന്നൊക്കെ 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയും ബാധിച്ചു. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. എന്താണ് കലാപം പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ മാത്രം, വടക്കേ ഇന്ത്യയിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് മാത്രമേ ആ ഒരു വിപ്ലവം അല്ലെങ്കിൽ ആ ഒരു കലാപം നിലനിന്നിരുന്നുള്ളൂ. ദക്ഷിണേന്ത്യയിലേക്ക് ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടാത്തത് തന്നെയാണ് എന്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പരാജയങ്ങളിൽ ഒരു കാരണമെന്ന് കൂടി പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷനാണ് ഇതിനകത്ത് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, അതേപോലെ തന്നെ തേർഡ് ഓപ്ഷൻ ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രമാണ് ശരി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ ഏത് ശരി തെറ്റ് ഏതാണ് ചോദിച്ചതെന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ശരിയായിട്ടുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിൻറ്റും തേർഡ് പോയിൻറ്റുമാണ് ശരിയായിട്ടുള്ള പോയിൻറ്റ്. ഇന്ന് നോക്കി, 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ അന്നേരം പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എളുപ്പമായിരുന്നു. അതേപോലെ തന്നെ മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം, ഈ ഒരു ക്രൈം ചെയ്യുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷമാണ് 1857 ഏപ്രിൽ 8-ന്. 1857 ഏപ്രിൽ 8-ന് എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെ തൂക്കിലേറ്റി. ഇത് പ്രീവിയസ് പോയിൻ്റാണ്. അതേപോലെ തന്നെ മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1984. ഇറക്കിയത് 50 പൈസയുടെ സ്റ്റാമ്പായിരുന്നു. അപ്പോൾ 1984 എന്ത് ചെയ്തത്? സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 50 പൈസയുടെ സ്റ്റാമ്പായിരുന്നു അന്ന് പുറത്തിറക്കിയത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ആര്? ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇവിടെ ജീവിക്കാൻ പറ്റാതെ ഇദ്ദേഹത്തെ നാട് കടത്തി എവിടേക്ക്? റെങ്കൂണിലേക്ക് നാട് കടത്തപ്പെട്ടു. ഇനി ഡൽഹി കീഴടക്കിയ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത്. ഇനി ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി നാട് കടത്തിയ സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യാൻമർ, അല്ലെങ്കിൽ നിലവിൽ മ്യാൻമറിലുള്ള റെങ്കൂണാണ് എന്ത്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് അങ്ങോട്ടേക്കാണ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും അവിടെയാണ്. ഇനി ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഝാൻസി റാണി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരുപാട് വട്ടം റിപ്പീറ്റായിട്ട് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണെന്ന്? ഝാൻസി റാണിയാണ്. നോക്കി, അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണി ആയിരുന്നു എന്നത് ആരുടെ വാക്കുകളാണ്? അത് സുഭദ്ര കുമാരി ചൗഹാൻ്റെ വാക്കുകളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവൾ ഒരു പുരുഷനെ പോലെ പോരാടി, അവൾ ഝാൻസിയിലെ റാണി ആയിരുന്നു എന്ന് പറഞ്ഞത് സുഭദ്ര കുമാരി ചൗഹാനാണ്. ഇനി ഝാൻസി റാണി വീരമൃത്യു വരിച്ച ഡേറ്റ്, അത് 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വീരമൃത്യു വരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതേപോലെ തന്നെ PSC ചോദിച്ചതാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഝാൻസി റാണി എന്നാണ് വീരമൃത്യു വരിച്ചെന്നുള്ളത് ചോദിച്ചതാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത ചോദ്യത്തിനകത്ത് തന്നിരിക്കുന്നത് നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുന്ന സമയത്ത് തന്നെ അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ, ഇർവിൻ ഉടമ്പടി എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ഓർത്തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. അതായത് ഒരു വാദം തന്നിട്ടുണ്ട്, അതിൻ്റെ കാരണവും തന്നിട്ടുണ്ട്. അതിനകത്ത് വാദവും കാരണവും തമ്മിൽ ശരിയും തെറ്റുമാണോ എന്താണെന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 പ്രസ്താവനകളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജി ദണ്ഡിയിലെ ഉപ്പു നിയമങ്ങൾ നിർവചിച്ചു. അത് കറക്റ്റാണ്. 2, ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നോ? അല്ല. അപ്പം ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, ഈ പറയുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടി കാരണമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കപ്പെടുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ 2ാം വട്ടമേശ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം അതും പരാജയമാവുന്നു എന്ന് തോന്നിയപ്പോൾ ഗാന്ധിജി പിന്നെ എന്ത് ചെയ്തു? വീണ്ടും സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റുമായിരുന്നു. അതായിരുന്നു ഓപ്ഷൻ. അപ്പം ഓപ്ഷൻ C ആയിരുന്നു ആൻസർ എന്ന്
പറയുന്നത്. ഇത് നോക്കിയേ, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. നമുക്കറിയാം 1929 ലാഹോർ സമ്മേളനം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവാണ്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു കോൺഗ്രസ് സമ്മേളനമാണ് ഇത് 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി ഞാൻ മുട്ടുകുത്തി നിന്നു, അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് കല്ലുകളാണ് എന്നുള്ളത് ഗാന്ധിജി ഇർവിനോട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ മുട്ടുകുത്തി നിന്ന് അപ്പം യാചിച്ചു, അങ്ങ് എനിക്ക് എറിഞ്ഞു തന്നത് കല്ലുകളാണ് എന്നുള്ളത് ഗാന്ധിജി ഇർവിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഇത് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. 1930 മാർച്ച് 12-ന് എന്ത് ചെയ്തു? ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ദണ്ഡി മാർച്ചോട് കൂടിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ദണ്ഡി മാർച്ചോട് കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന എന്താണ്? നമ്മുടെ ദണ്ഡി യാത്രയാണ്. ദണ്ഡി മാർച്ചാണ് എന്തെന്നറിയപ്പെടുന്നത്? വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് അറിയപ്പെടുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഏത്? ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് താൽക്കാലികമായിട്ടെങ്കിലും നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുന്നത്. ഇനി നോക്കിക്കേ, അടുത്തതും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കി, 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു. ഇത് ആരുമായി ബന്ധപ്പെട്ടത്? അപ്പോൾ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് കാണുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു ഉത്തരം വരും. പക്ഷെ നമ്മൾ ബാക്കി ഓപ്ഷൻ ഇങ്ങോട്ട് നോക്കുക. അതായത് സ്വദേശി ബാന്ധവ സമിതി രണ്ടാമതുണ്ട്, കർമ്മഭൂമി, ദേവി ചൗധരാനി, ഇന്ത്യയിലെ ദാരിദ്ര്യവും അൺബ്രിട്ടീഷ് ഭരണവും. അപ്പോൾ നോക്കിയേ, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ അല്ലേ ഇത്? അപ്പം ഇതെങ്ങോട്ട് പോകുന്നു? നേരെ ദാദാഭായ് നവറോജി. അപ്പോൾ എന്ന് പറയുന്നത് 4-ലേക്ക് പോകുന്നു. ഈ 4-ലേക്ക് പോകുന്ന 2 ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നു, 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് നോക്കുമ്പോൾ ആരായിട്ട് അതിനകത്ത് വരും? ലാലാ ലജ്പത് റായ് ആണ് അതിനകത്ത് വരുന്നത്. ഇനി ആ ഓപ്ഷൻ നമുക്ക് അറിയത്തില്ല, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക. സ്വദേശ് ബാന്ധവ സമിതി ആരാണ് അതിൻ്റെ സംഘടനയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപകനാരാണ്? അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ സമിതിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ ബി എങ്ങോട്ട് പോകുന്നു? 5-ലേക്ക് പോകുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ ബി ഇവിടെ 2 എന്താണ്? 5-ലേക്കാണ് പോകുന്നത്. ഇനി നോക്കിക്കേ, അപ്പം എ പോകുന്നത് നമ്മുടെ ഊഹപ്രകാരം 2-ലേക്കാണ്. അപ്പോൾ എ 2-ലേക്ക് പോകുന്നു. ഇവിടെ 2 എന്താണ്? 2 തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ചേഞ്ച് വരുന്നത് ഈ 2 പോയിന്റ്സിലേക്ക് മാത്രമാണ്. അപ്പം നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തെക്കുറിച്ചൊക്കെ അന്നേരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത് ദേവി ചൗധരാനി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ദേവി ചൗധരാനി ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയായിട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ കർമ്മഭൂമി ആരുടെ കൃതിയാണ്? പ്രേംചന്ദിൻ്റെ കൃതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരുന്നു? ഓപ്ഷൻ ഡി വരുന്നു. കർമ്മഭൂമി എന്ന് പറയുന്ന സി ഏതാണ്? സി പോകുന്നത് പ്രേംചന്ദ് 1-ലേക്കാണ്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികളിൽ പ്രധാനപ്പെട്ട കൃതി നമ്മൾ എപ്പോഴും പറയുന്നത് ആനന്ദമഠമാണ്. എപ്പോഴും നമുക്കറിയാവുന്നത് ആനന്ദമഠമാണ്. എന്നാൽ ദുർഗേശ നന്ദിനി, കൃഷ്ണചരിത്ര, ദേവി ചൗധരാനി, വിശ്വവൃക്ഷ, മൃണാളിനി, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇനി ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന കൃതികളാണ് ഏതൊക്കെ? ആനന്ദമഠം, ദുർഗേശനന്ദിനി, കൃഷ്ണചരിത്ര, ദേവി ചൗധരാനി, വിശ്വവൃക്ഷ, മൃണാളിനി, ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. ഇനി നോക്കിയേ, ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ദുർഗേശനന്ദിനി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് ഇത് സീതാറാം. ഇമ്പോർട്ടൻ്റ് ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി നോക്കി 2-3 സംഘടനകളും അതിൻ്റെ സ്ഥാപകരും ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആനന്ദ് മോഹൻ ബോസാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ കുറേ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കുറച്ച് ഏറെ സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ആനന്ദ് മോഹൻ ബോസാണ്. ഇന്ത്യൻ ലീഗ് ആണെങ്കിൽ ശിശിർ കുമാർ ഘോഷാണ്.
ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേവുമാണെന്ന് ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇത്രയും മൂന്നെണ്ണമെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ആണെങ്കിൽ ആനന്ദ് മോഹൻ ബോസ്, ഇന്ത്യൻ ലീഗ് ആണെന്നുണ്ടെങ്കിൽ ശിശിർ കുമാർ ഘോഷ്, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിൽ ദേവേന്ദ്രനാഥ ടാഗോറും അതേപോലെ തന്നെ രാധാകാന്ത് ദേവുമാണ് അതിൻ്റെ സ്ഥാപകരെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, അന്നേരം നമ്മൾ PYQ പഠിച്ച സമയത്ത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പോയിന്റ് അതേപോലെ തന്നെ ദേ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാനകോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വായിക്കുമ്പോഴേ നമുക്കറിയാം ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്, ഡച്ചുകാരുടെ സംഭാവനയാണ്. ഈ പോയിന്റ് ശരിയാണ്. അതേപോലെ തന്നെ വാസ്കോ ഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498 കോഴിക്കോട് എത്തി. ഇത് നമുക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് അറിയാം. മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ അല്ല. അതേപോലെ തന്നെ മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു കപ്പലായിരുന്നു കാർത്താസ്. കാർത്താസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർട്ടസ് എന്നറിയാം. അപ്പോൾ ഈ കാർട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിൽ പോർച്ചുഗീസുകാരുടെ സമ്മതത്തോടു കൂടി പണം അടച്ച് ഒരു പാസ് വാങ്ങിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അതുവഴി സഞ്ചരിക്കാൻ കപ്പൽ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസുകാർ ആ കപ്പലിലെ ജീവനക്കാരെയും മറ്റുള്ളവരെയും കൊല്ലുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഏർപ്പെടുത്തിയ ഒരു പാസ്സാണ് ഏതെന്ന് പറയുന്നത് കാർട്ടസ് പാസ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു കപ്പൽ, അതായത് മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു കപ്പലായിരുന്നില്ല, അതൊരു സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ ഏത് വരും? 2ഉം 3ഉം മാത്രമാണ് ശരി എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇത് നമ്മുടെ ബേസിക്സ് ആണ്. ഈ പറഞ്ഞ വാസ്കോ ഡ ഗാമ വരുന്നത് നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ, സെൻറ്റ് ഗബ്രിയൽ ഇങ്ങനെ 3 കപ്പലിലായിട്ടാണ് എന്ത് വാസ്കോ ഡ ഗാമ കേരള തീരത്തേക്ക് 1498 വന്നിറങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനിയും പറയുമ്പോൾ ഇനിയാണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന വ്യക്തിയെക്കുറിച്ച് KS മണിലാലിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരള ആരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണിത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് ഏത്? സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പൽ. ഇനി അതും ചോദിക്കാം. ഇനി വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് 2 കപ്പലുകളാണ് ഏതൊക്കെ? സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ എന്നീ 2 കപ്പലുകൾ. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾക്ക് വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് ഏതെന്ന് പറയുന്നത്? കാർട്ടസ് എന്ന് പറയുന്നത്, കാർട്ടസ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതിനകത്തും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിന്റ്സ് ഒന്നുമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ്. തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന്? അതാരാണ്? ഡിലനോയ് ആണ്. അപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ആരാണ്? ഡിലനോയ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. അടുത്തത് സർവാധികാരിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യക്കാരനായിട്ട് പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. അത് ഇക്കൂട്ടത്തിൽ ആരാണ്? രാജാ കേശവദാസ് ആണ്. നമ്മുടെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസ് ആണ് എന്തെന്ന് പറയുന്നത്? സർവാധികാരിക്കാർ എന്ന ഓപ്ഷന് മാച്ചായിട്ട് വരുന്നത്. അതേപോലെ ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും ഈ ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നതിനകത്ത് ഒരു രാജാവിനോട് യാത്ര വിവരിക്കുന്നതായിട്ടൊരു ഇതുണ്ട്. അതായത് ഉണ്ണുനീലി സന്ദേശത്തിനകത്ത് പറയുന്നുണ്ട്. ആ രാജാവിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ആദിത്യവർമ്മൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, തുഖ്ഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കുന്നു. തുഖ്ഫത്തുൽ മുജാഹിദീൻ നമുക്കറിയാം ബീജാപൂർ സുൽത്താന് സമർപ്പിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അറബിയിൽ എഴുതപ്പെട്ട പുസ്തകമാണിത്. അപ്പം തുഖ്ഫത്തുൽ മുജാഹിദീൻ ആർക്കാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി ആദിൽ ഷായ്ക്കാണ് സമർപ്പിക്കപ്പെട്ടത്. അതേപോലെ തന്നെ കിഴക്കൻ പോർച്ചുഗീസിൻ്റെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാവുന്ന വൈസ്രോയിമാരിൽ ഒരാളേ ഉള്ളൂ. ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ് ഇതിനകത്ത് നമുക്കറിയാവുന്ന ഒരു വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ഡിലനോയ്, സർവാധികാരിക്കാർ രാജാ കേശവദാസ്, ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നത് ആദിത്യവർമ്മനോട്, തുഖ്ഫത്തുൽ മുജാഹിദീൻ സമർപ്പിക്കപ്പെട്ടത് അലി ആദിൽ ഷായ്ക്ക്, കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് നമ്മൾ അന്നേരം നമ്മൾ പഠിച്ച പോയിൻ്റാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണെന്നുള്ളത്.
ഡിലനോയ് ആണ്. അതേപോലെ തന്നെ ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് ആര്? രാജാ കേശവദാസ് എന്ന് പറയുന്നത് ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ്. നേരത്തെ ഇത് ചോദിക്കുമായിരുന്നു, ഓരോ ദിവാൻമാരെ തന്നിട്ട് ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർ ദിവാനായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാനാണ് ആര്? നമ്മുടെ രാജാ കേശവദാസ്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാനാണ്. ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാണ്. അതേപോലെ തന്നെ ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണി കഴിപ്പിച്ച വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പേര് നൽകിയിരിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കേശവദാസപുരം എന്ന് പറയുന്നത്. ഇനി രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയ വ്യക്തിയാണ് മോണിങ്ടൺ പ്രഭു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഇതെന്ന് സമർപ്പിക്കപ്പെട്ടത് ബീജാപ്പൂർ സുൽത്താനാണ്. അതേപോലെ തന്നെ തുഖ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് അറബി ഭാഷയിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ അന്ന് പറഞ്ഞു പോയ പോയിന്റ് അതേപോലെ ചോദിച്ചൊരു ചോദ്യമാണ്. ശരിക്കും ചെറായിൽ ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് നമ്മൾ ആഡ് ചെയ്തിരുന്ന പോയിന്റ്സ് ആയിരുന്നു സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917, സഹോദര സംഘത്തിൻ്റെ മുഖപത്രം, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സഹോദര സംഘത്തിൻ്റെ മിശ്രഭോജന പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അദ്ദേഹം ഏത് വർഷമാണ് തുടങ്ങിയത്? അതും ഇതേ വർഷം തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് 1917. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണിത്. അപ്പോൾ സഹോദര സംഘം അദ്ദേഹം സ്ഥാപിച്ച വർഷം 1917 സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരൻ ആരംഭിച്ച വർഷവും 1917 തന്നെയാണ്. സഹോദര സംഘത്തിന് നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭം അറിയപ്പെടുന്നതാണ് ജാതി രാക്ഷസ ദഹനം. അന്ന് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനൊക്കെ പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ മതനവോത്ഥാന പ്രസ്ഥാനത്തിലെ വരുന്ന നായകരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സിൽ വന്ന ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു വാഗ്ഭടാനന്ദൻ്റെ പഠിക്കുമ്പോഴും സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമി ഇവരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേപോലെ തന്നെ റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെക്കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് ഏതെന്ന് പറയുന്നത്? സഹോദരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം നടത്തിയ ഒരു മിശ്രഭോജനം പിന്നീട് അറിയപ്പെട്ട പേരാണ് കോസ്മോപൊളിറ്റൻ ഡിന്നർ. കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ മിശ്രഭോജനമാണ്. ഇത് നടന്ന വർഷം 1917. സി ആണ് ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൽ നിന്നും ഹിസ്റ്ററി ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാക്കാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതും അതേപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ ഹോട്ട് ടോപ്പിക്സ് വിഭാഗത്തിൽ പറഞ്ഞിരുന്ന ടോപ്പിക്സിൽ നിന്നുമാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്കും ഈ ഒരു ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ ആ അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.